ഹലോ കൂട്ടുകാരെ, ഇന്ന് ചെമ്മീനും കിഴങ്ങും കൂടി വേവിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. കണ്ടില്ലേ, ചെമ്മീനും കിഴങ്ങും വേവിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളി ഇഞ്ചിയും കൂടി ചതയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ചതയ്ക്കാനോ അപ്പോൾ കപ്പയും ചെമ്മീനും വെന്തിട്ടുണ്ട്. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. തവിട് ഓയിലാണ് വെച്ചേക്കുന്നത്. അതിൽ കടുകിട്ടു. അപ്പോൾ തവിട് ഓയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതുകൊണ്ട് തവിടെണ്ണയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ തവിടെണ്ണയിൽ കടുക് ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം ഉള്ളി ചതച്ചത്, ഇഞ്ചി നമ്മൾ ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മുരിയട്ടെ. അങ്ങനെ ഉള്ളി ഇഞ്ചിയൊക്കെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി ഇഞ്ചിയും ഒരുവിധം മുരിഞ്ഞ് വരുമ്പോൾ ഇത്തിരി വേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പില ചേർക്കുന്നത് എപ്പോഴും നല്ലൊരു മണം ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതെല്ലാം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ആ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇവിടെ എരിവ് ഇത്തിരി കുറവ് മതി എല്ലാവർക്കും, അതുകൊണ്ട് ഞാൻ ഇത്തിരി മുളക് പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എല്ലാം മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി കിഴങ്ങും ആ ചെമ്മീനും കൂടെ വേവിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആ വേവിച്ച കിഴങ്ങും ചെമ്മീനും കൂടി മുളകും ഉള്ളിയൊക്കെ മുരിഞ്ഞ എണ്ണയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ചട്ടി കഴുകിയിട്ട് അതിൽ കുറച്ചും കൂടി ലാസ്റ്റുള്ളതൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കപ്പ വിത്ത് ചെമ്മീൻ കറി റെഡി. മല്ലിപ്പൊടിയൊക്കെ വറുത്തിട്ടുള്ള ഈ കറി സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചെയ്തപ്പോൾ ഒന്നും കൂടി അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കണേ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ, ബൈ.